നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നാടെങ്ങും പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോൾ കോർപ്പറേഷൻ അധികൃതരുടെ മൂക്കിന് താഴെ മാലിന്യ കേന്ദ്രം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രം ചണ്ടി ഡിപ്പോയാക്കിയാണ് കോർപ്പറേഷന്റെ പുതിയ കരുതൽ. പോളയത്തോട് ശ്മശാനത്തിനും പൊതുമാർക്കറ്റിനും ഇടയിലുള്ള വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കോർപ്പറേഷൻ മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയിരിക്കുന്നത്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം മൂലം പരിസരത്തുള്ള വീട്ടുകാരും വ്യാപാരികളും വാഹനയാത്രക്കാരും ശ്വാസം പിടിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥ. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കൂടിക്കിടക്കുന്നത്. കോർപ്പറേഷൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാർ മാലിന്യങ്ങൾ കൊണ്ട് മൂടി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുകളിൽ നിറച്ച മാലിന്യങ്ങളുമാണ് കൂടിക്കിടക്കുന്നത്. കോർപ്പറേഷന്റെ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇവിടം അടുത്ത കാലത്തായാണ് മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയത്. മഴക്കാലമായതോടെ ഇവിടെ തള്ളിയിരുന്ന മാലിന്യങ്ങളിൽ വെള്ളം കയറി മലിനജലവും കെട്ടിക്കിടക്കുന്നു. ഇത് പകർച്ചവ്യാധി പടർത്തുമെന്ന ഭയത്തിലാണ് ജനങ്ങൾ. വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് മേൽക്കൂര പാകിയ ഷെഡിന് ഉള്ളിലും പുറത്തുമായാണ് മാലിന്യ കൂമ്പാരമുള്ളത്. കുരീപ്പുഴ ചണ്ടി ഡിപ്പോയ്ക്ക് സമാനമായാണ് ഇവിടെ മാലിന്യങ്ങൾ കിടക്കുന്നത്. കോർപ്പറേഷൻ ജീവനക്കാർ വിവിധ ഇടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തട്ടുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തായി ആരോഗ്യ കേന്ദ്രവും കംഫർട്ട് സ്റ്റേഷനുമുണ്ട്. അഷ്ടമുടിക്കായലിലെ ചെളിയും കോർപ്പറേഷൻ നഗരമധ്യത്തിൽ തള്ളുന്നു. മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ട കോർപ്പറേഷൻ നഗരമധ്യത്തിൽ മാലിന്യം തള്ളി പരിസരവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യത്തിന് പുറമെ അഷ്ടമുടിക്കായലിൽ നിന്നും നീക്കം ചെയ്യുന്ന ദുർഗന്ധം വമിക്കുന്ന ചെളിയും നഗരമധ്യത്തിൽ തള്ളുകയാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയ പാതയോരത്ത് ഉപാസന ആശുപത്രിക്ക് സമീപം കോർപ്പറേഷന്റെ വസ്തുവിലാണ് ചെളിയും മാലിന്യങ്ങളും തള്ളുന്നത്. ഇവിടെ കോർപ്പറേഷന്റെ 2 വസ്തുവിന് ഇടയിലൂടെ വഴിയുണ്ട്. അഷ്ടമുടിക്കായലിൽ നിന്ന് നീക്കം ചെയ്യുന്ന ദുർഗന്ധം വമിക്കുന്ന ചെളി ഇതിലൊരു വസ്തുവിലാണ് തള്ളുന്നത്. ചുറ്റുമതിലിന്റെ കുറെ ഭാഗം പൊളിച്ചുമാറ്റിയാണ് ചെളി കൊണ്ടുവന്നിരുന്നത്. മഴ തുടങ്ങിയതോടെ ചെളി റോഡിലേക്ക് ഒഴുകിയിറങ്ങി വഴിയാത്രക്കാർക്ക് ദുരിതമായി. ഇതിനോട് ചേർന്ന് ഇടവഴിയിലൂടെ മറുവശത്തുള്ള പുരയിടത്തിലും മാലിന്യം തള്ളുകയാണ്. കാട് കയറിയും മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. പ്രദേശവാസികൾ പലതവണ കോർപ്പറേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നടപ്പാക്കാൻ സാധ്യതയുള്ള വികസന പദ്ധതിയെക്കുറിച്ചാണ് കോർപ്പറേഷൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിയിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് കേസ് നടത്തി അനുകൂല വിധി നേടിയും കോർപ്പറേഷൻ സ്വന്തമാക്കിയ വസ്തുവിലാണ് കോർപ്പറേഷൻ തന്നെ മാലിന്യം തള്ളുന്നത്.